പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 21 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങൾ, ഓരോ ജീവിത ലക്ഷ്യങ്ങൾ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും
അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള, അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണത് എന്താ? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നത് എന്താ? അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണേ, അല്ലെ? അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതലേ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലൂക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിലെ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാവോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ല, നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ, ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ, ശാശ്വതമാണ് ഈ ബന്ധം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ. കർത്താവ് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം.
ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.